വാർത്തയിലേക്ക്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. കൊച്ചി എളമക്കര സർക്കാർ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ബാഗുകളും കുടകളും സമ്മാനമായി നൽകി. വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപാധികളുള്ള ഇടമായി സ്കൂളുകൾ മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി പി രാജീവും ക്ലാസ് മുറികളിലെത്തി കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ചു. ഈ അധ്യയന വർഷം 40 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലേക്ക് എത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രവേശനോത്സവ ഗാനത്തിന് കുട്ടികൾ തയ്യാറാക്കിയ ദൃശ്യാവിഷ്കാരം തന്നെയായിരുന്നു പ്രധാന ആകർഷണം. കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനമായി പ്രവർത്തിച്ചതിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കാലത്തിനൊത്ത് സ്വയം നവീകരിക്കാൻ അധ്യാപകർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആധുനിക കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനമായി വർത്തിച്ചവയിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടുന്നുണ്ട്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് എന്നതാണ് നാം കാണുന്നത്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല, അതൊരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്ന ബോധം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. 13,000 സ്കൂളുകളും 45 ലക്ഷം വിദ്യാർത്ഥികളും 2 ലക്ഷത്തോളം അധ്യാപകരും 20,000-ഓളം അധ്യാപകേതര ജീവനക്കാരുമുള്ളതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി പി രാജീവ്, മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുത്തു. കുട്ടികളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. പുതിയൊരു അധ്യയന വർഷം തുടങ്ങുന്നതെന്ന് നമുക്കും ഇവർക്ക് ആശംസകൾ നേരാം. ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം കീർത്തി മോഹൻ, കൈരളി ന്യൂസ്.